എല്ലാവർക്കും നമസ്കാരം ഗൈസ്. അക്കരെ 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 എന്ന ചാനലിന്റെ അടുത്തൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കുന്ന UK പറ്റിയില്ല, കാനഡയെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഏകദേശം ഒരു 12 രാജ്യത്തേക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഓരോ രാജ്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞുതരാണ്. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് കാനഡ അഡ്മിഷൻ പ്രൊസീജിയേഴ്സാണ്. അതിന് മുമ്പായിട്ട് കാനഡയിലെ കുറച്ച് ബേസിക് കാര്യങ്ങളോട് പറഞ്ഞുതരാം. സോ ഇന്നത്തെ വീഡിയോയിലേക്കാണ്. അഡ്മിഷൻ ക്രൈറ്റീരിയ പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതായത് ഞാനൊരു 10-12 രാജ്യത്ത് അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇപ്പോൾ UK എന്ന് പറയുന്ന രാജ്യത്തേക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകണമെന്ന് ഫിനാൻഷ്യലി പൈസ കുറവുള്ളത്, അതായത് തേർഡ് പാർട്ടി പോലെ പല പരിപാടീസ് ചെയ്യുന്നു, IELTS എഴുതാൻ വയ്യ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ അഡ്മിഷൻ ക്രൈറ്റീരിയ വളരെ ഈസി ആയതുകൊണ്ടാണ് UK ആൾക്കാർ പോകുന്നത്. പക്ഷേ കാനഡയിലേക്ക് നമുക്ക് UK പോലെ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയില്ല, കുറച്ചുകൂടെ എഫേർട്ട് ഇടണം. അതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാന്നുള്ളത്. അതായത് IELTS കമ്പൽസറി ആണ്. മാൻഡേറ്ററി ആയിട്ട് IELTS ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ പറഞ്ഞ കാനഡയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാനഡ എന്ന് പറയുന്ന ലോകത്തിലെ 2ാമത്തെ വലിയ രാജ്യമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുക ഈ കാനഡ എത്ര വലിയ രാജ്യം. ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 3.25 കോടി 3.25 കോടി ജനസംഖ്യയാണ് 2021 കണക്ക് പ്രകാരം കാനഡയിലുള്ളത്. അപ്പോൾ ഇതിൽ കാനഡ എന്തുകൊണ്ടാണ് ഇത്ര ഇമിഗ്രൻസിനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയുണ്ട് 2018 കണക്ക് പ്രകാരം. അപ്പം വെറും ഇന്ത്യയുടെ 3 ഇരട്ടി വലിയ രാജ്യത്ത് വെറും കേരളത്തിൻ്റെ അത്ര ജനസംഖ്യ മാത്രമേ കാനഡയിലുള്ളൂ. അപ്പോൾ ഈ രാജ്യത്ത് പല പ്രൊവിൻസസിൽ ആൾ താമസം പോലും ഇല്ല സത്യം പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് കഴിവുള്ള ആളുകളെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് അവരെ രാജ്യം വികസിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ രാജ്യം പക്ക ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു കാനഡ ഇമിഗ്രേഷൻ്റെ മെയിൻ അവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. മനസ്സിലാക്കി എനിക്കൊരു 100-100ഓളം ആളുകളെ എനിക്ക് കാനഡയെ പരിചയം. ആരെ വിളിച്ചാലും ഈ പറയുന്ന സ്റ്റുഡൻസ് ആയാലും നമ്മുടെ പരിചയക്കാരായാലും എവിടെയാണുള്ള ടൊറോണ്ടോയിൽ ഓണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലം, ഓണ്ടാരിയോ ഈ സ്ഥലം മാത്രം നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഓണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് PR കിട്ടും. ഇത് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. കാര്യം ഇവിടെയുള്ള പല കൺസൾട്ടൻസീസ് ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഓണ്ടാരിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊവിൻസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവർ പ്ലേസ് ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് സ്റ്റുഡൻറ് വിസയിലേക്ക് പോകണമെന്ന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മെയിനായിട്ട് ഞാൻ പറഞ്ഞു കാനഡയിലെ പല പ്രൊവിൻസസിലും ആൾ താമസമുണ്ട്. ഈ പറയുന്ന ഏകദേശം 3 ലക്ഷത്തിൽ പരം സ്റ്റുഡൻസ് ഇതുവരെയും കാനഡയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 80 to 90% സ്റ്റുഡൻസ് നിൽക്കുന്നത് കാനഡയിൽ ഓണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ കാനഡയിൽ ഓണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾറെഡി ബിഗ് സിറ്റിയാണ്. അവിടെ ഓൾറെഡി ആവശ്യത്തിലധികം സ്റ്റുഡൻസും ജനസംഖ്യയുണ്ട്. ഈ ഒരു പ്രൊവിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് PR വളരെ ഈസി ആയിട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഈ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈമിന് ആവശ്യത്തിലധികം ആളുകൾ വർക്ക് ചെയ്യണം. പാർട്ട് ടൈം ജോബിനുള്ള എമൗണ്ട് ബേസിക് ആയിട്ട് അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്ന 15, ഏറ്റവും മാക്സിമം 15 കനേഡിയൻ ഡോളർ, അല്ലെങ്കിൽ 10-12 കനേഡിയൻ ഡോളറിനാണ് CAD-നാണ് അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നത്. താമസിക്കാനുള്ള ലിവിങ് എക്സ്പെൻസ് കൂടുതൽ, സാധനങ്ങളുടെ വില കൂടുതൽ, ജോലി കിട്ടാനുള്ള PR എല്ലാ കാര്യങ്ങൾക്കും ആക്ച്വലി ഈ പറയുന്ന നമുക്ക് ഈ ഓണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിൽ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാം. സോ അതുകൊണ്ട് ഞാനിപ്പോൾ അഡ്മിഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ പറയുന്നതും അഡ്മിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ക്യൂബെക് എന്ന് പറയുന്നത്, അതായത് കാനഡയിലെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് 10 പ്രൊവിൻസസ് 3 ടെറിട്ടറീസുമാണ് കാനഡയിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്ന ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഓണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസാണ്. പിന്നെ 2 ബ്രിട്ടീഷ് കൊളംബിയ. ഇത് കഴിഞ്ഞിട്ട് 3ാമതാണ് ആളുകൾ പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ക്യൂബെക് എന്ന് പറയുന്ന പ്രൊവിൻസ്. ഈ ക്യൂബെക്കിൽ മെയിൻ ഒരു സിറ്റികളിൽ ഒന്നാണ് മോൺട്രിയൽ എന്ന് പറയുന്ന സിറ്റി. ഈ മോൺട്രിയലിലെ 3-4 കോളേജസിലേക്കാണ് നമ്മൾ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് സംസാരിക്കാൻ പോകുന്നത്. 1-2 കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞത് ഇത്രയും മനസ്സിൽ വെച്ചാൽ മതി. കാനഡയിലേക്ക് പോകുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ +2 പഠനശേഷം നമ്മൾ കാനഡയിലേക്ക് പഠിക്കാൻ പോവാം. ബാച്ചിലേഴ്സ് കഴിഞ്ഞ ശേഷം മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകും. കാനഡയിലെ ഒരു പ്രോഗ്രാമിന്റെ രീതി എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ലെവൽ ആണെങ്കിൽ 2 വർഷം 3 വർഷം പ്രോഗ്രാം, മാസ്റ്റേഴ്സ് ആണെങ്കിൽ 1 വർഷം 2 വർഷം പ്രോഗ്രാം. ഞാൻ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് പറഞ്ഞത്. കാനഡയിൽ നോർമലി സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ PG ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ആ ഒരു ഡിപ്ലോമ പ്രോഗ്രാമിനാണ് സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നത്. കാനഡയിൽ കോളേജസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഉണ്ട്. ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാനഡയിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോയാലും
കാനഡയുടെ ഗവൺമെന്റ് സ്റ്റഡി ഓഫ് ലെവൽ അനുസരിച്ച് കാനഡയിൽ ബാച്ചിലേഴ്സ് ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി ലെവലേ ആവുന്നുള്ളൂ. ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ആവുന്നുള്ളൂ. കാനഡയിൽ നമ്മൾ മാസ്റ്റേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ലെവൽ മാത്രമാണ്. അതായത് നാട്ടിലെ മാസ്റ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പോലും കാനഡയുടെ ഒരു എഡ്യൂക്കേഷന്റെ ഇതനുസരിച്ച് കാനഡയിലെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബാച്ചിലേഴ്സിന് തുല്യമാണ്. അതാണ് PG ഡിപ്ലോമ. നമ്മൾ ഈ മാസ്റ്റേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞാൽ PG ഡിപ്ലോമ എടുക്കാൻ പോയാലും നമുക്ക് ഇനി മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിലും ഇതിനുശേഷം നമ്മൾ ഒന്നുകൂടെ മാസ്റ്റേഴ്സ് ലെവൽ പഠിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നുള്ളൂ. ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇത് പലർക്കും അറിയേണ്ട ഒരു കാര്യം. ഇതിനുശേഷം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നിയിട്ടുള്ളത് കാനഡ ഇപ്പൊ UK മറ്റുള്ള രാജ്യം പോലെ അല്ല കാനഡ. നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മൾ കാനഡയിൽ പോയി പഠിക്കാൻ പറ്റുള്ളൂ. അതിന്റെ മെയിൻ ഒരു കാര്യം ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യുന്നത്. ഈ അഡ്മിഷൻ ക്രൈറ്റീരിയ പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് കളക്ഷൻ ആണ്. നോർമൽ UK പോകുമ്പോൾ 10 +2 ഡിഗ്രി, പാസ്പോർട്ട്, CV ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയം വരാം, IELTS ആദ്യമേ എഴുതണമെന്ന്. വേണ്ട, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് IELTSന്റെ ആവശ്യമില്ല. നിങ്ങൾ IELTS ഇല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മൾ ഡോക്യുമെന്റ്സ് ആയി എടുത്തു, പ്രിപ്പയർ ചെയ്തു, ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്തു, ആപ്ലിക്കേഷൻ എടുത്തു, ആപ്ലിക്കേഷൻ ചെയ്തു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓഫർ വരും. ഇത്ര സിമ്പിൾ ആയിട്ട് മനസ്സിൽ വെച്ചിരുന്നത്. ഓഫർ വരുമ്പോൾ 2 ടൈപ്പ് ഓഫ് ഓഫർ ഉണ്ട്. കണ്ടീഷണൽ ഓഫർ, അൺകണ്ടീഷണൽ ഓഫർ. എന്താണ് കണ്ടീഷണൽ അൺകണ്ടീഷണൽ എന്ന് വെച്ചാൽ, എക്സാമ്പിൾ നമ്മൾ IELTS സബ്മിറ്റ് ചെയ്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അപ്പൊ അതിലൊരു കണ്ടീഷൻ കാണും, IELTS യു ഹാവ് ടു സബ്മിറ്റ് IELTS, സിമ്പിൾ. അതാണ് കണ്ടീഷണൽ ഓഫർ. സോ ഒരു കണ്ടീഷണൽ ഓഫർ വന്നു കഴിഞ്ഞാൽ അതിലെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ LOA എന്ന് പറയാം, ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്. ഞാൻ ഈ വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായത് അൺകണ്ടീഷണൽ ഓഫർ കണ്ടീഷൻ ആക്കി. ഒരു ഓഫർ നമ്മളെ കൈ കിട്ടിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിലെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുക, IELTS അറ്റൻഡ് ചെയ്യുക. ഇതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ ക്യൂബെക് സിറ്റിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ CAQ എന്ന് പറയും, ക്യൂബെക് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇത് ക്യൂബെക് പ്രൊവിൻസിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് മാത്രം വേണ്ടിയുള്ള ഡോക്യുമെന്റ് ആണ്. സോ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മീൻ വൈൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, IELTS പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അതിന്റെ അവർ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ, ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. 2, ക്യൂബെക് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. 2 കാര്യങ്ങൾ നിങ്ങൾ കഴിയും. ഇത് കഴിയുമ്പോൾ ഓഫർ വരുന്നു, IELTS സബ്മിറ്റ് ചെയ്യുന്നു, ക്യൂബെക് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓഫർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 4 കാര്യങ്ങൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫർ അൺകണ്ടീഷണൽ ആക്കുക. 2, മെഡിക്കൽ എടുക്കുക. മെഡിക്കൽ ഒന്നുമില്ല, ട്രിവാൻഡ്രം കിംസിൽ മെഡിക്കൽ എടുക്കും. ട്രിവാൻഡ്രം കിംസിൽ മെഡിക്കൽ എടുക്കും. ഒന്നുമില്ല, അത് പറഞ്ഞു പേടിപ്പിക്കുന്നില്ല. ട്രിവാൻഡ്രം കിംസിൽ വിളിച്ചിട്ട് കാനഡയിൽ പോകാനാണ്, മെഡിക്കൽ എടുക്കണം, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കുക എന്നുള്ളതാണ്. അതായത് കാനഡയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ 12 മാസത്തേക്കുള്ള ലിവിംഗ് എക്സ്പെൻസ്, നമ്മൾ അവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള ലിവിംഗ് എക്സ്പെൻസ് നമ്മൾ കാണിക്കണം. അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ GIC എന്ന് പറയും, ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതായത് അവര് പറഞ്ഞ ഏകദേശം 10,200 CAD കനേഡിയൻ ഡോളർ നമ്മൾ കാനഡയിലെ അക്കൗണ്ടിൽ കാണിക്കണം. ഇന്ത്യൻ മണി ഏകദേശം 6.5 ലക്ഷം രൂപയാണ് എമൗണ്ട് വരുന്നത്. സോ നമ്മൾ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കുക, ലിവിംഗ് എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കുക, നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് GIC, അതായത് ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ 4ാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് UK പോലെ അല്ലെങ്കിൽ മറ്റൊരു UK പോലെ ഒന്നുമല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 12,000 സ്റ്റുഡൻസിനെ UK വിട്ടത് കൊണ്ടാണ് എന്റെ മനസ്സിലേക്ക് UK ഞാൻ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, UK നമ്മളൊരു 100 ആപ്ലിക്കേഷൻ കൊടുത്താൽ 100 വിസ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ കാനഡയിൽ അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ട്. അവരത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് വിസ അപ്രൂവ് ആയി വരത്തുള്ളൂ. സോ എപ്പോഴും മാക്സിമം നിങ്ങൾ ഫുൾ ഫീസ് ഫസ്റ്റ് ഇയർ പ്രോഗ്രാമിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഫുൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് മെയിൻ കാര്യം. ഇനി നിങ്ങൾക്ക് വരുന്ന സംശയം സ്റ്റേ ബാക്ക് ആണ്. നിങ്ങൾ 1 ഇയർ പ്രോഗ്രാം എടുത്താൽ 2 ഇയർ സ്റ്റേ ബാക്കും, 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ പ്രോഗ്രാം എടുത്താൽ 3 ഇയർ സ്റ്റേ ബാക്ക്. ഇതാണ് കാനഡയുടെ ഒരു പോളിസി നടന്നത്. പല സ്റ്റുഡൻസും ഇവിടുന്ന് 1 വർഷം പ്രോഗ്രാം എടുത്ത് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും 1 ഇയർ പ്രോഗ്രാം എടുത്ത് വീണ്ടും അത് 2 ഇയർ ആക്കി മാറാം. പക്ഷെ നിങ്ങൾ ക്യൂബെക് സിറ്റിയിലേക്കൊക്കെയാണ് പോകുന്നത്, അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് PR കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ക്യൂബെക്കിന്റെ ബെനിഫിറ്റ്സ് പറയുന്നതിന്റെ വീഡിയോയുടെ കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഓഫർ വന്ന ശേഷം ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. സിമ്പിൾ, കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ എന്തായി, മെഡിക്കൽ എടുത്ത സർട്ടിഫിക്കറ്റ് നമ്മളെ കൂടെ ഉണ്ട്, ഫീസ് അടച്ച റെസിപ്റ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിച്ച GIC സർട്ടിഫിക്കറ്റ് ഉണ്ട്, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം. ഇത്രയും കാര്യങ്ങൾ വെച്ച് ഓൺലൈനായിട്ട് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുക. വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് VFS പോയി പാസ്പോർട്ട് ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. സിമ്പിൾ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിൽ ഇനി നമുക്ക് വരുന്നൊരു സംശയം, എന്ത് എക്സ്പെൻസ് വരും എന്നുള്ളതാണ്. ഓക്കെ, അത് കാര്യം ഞാനിത് ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയി പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെയുള്ള നമ്മളെ ടോട്ടൽ എക്സ്പെൻസ് എന്താണ് വരുന്നതെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ എക്സ്പെൻസ്, ഫസ്റ്റ് എക്സ്പെൻസ്
നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യൂബെക് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ് CAQന് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന്. അത് ഓൺലൈനായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാറുള്ളത്. അതിനൊരു 120 CAD നമുക്ക് എക്സ്പെൻസ് വരും. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് ഓഫർ വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ഫീസ് അടയ്ക്കണം. അത് 10 ലക്ഷമാണ്. നോർമലി നമുക്കൊരു ഫീസ് സ്ട്രക്ചർ 1 ഇയർ പ്രോഗ്രാം മാക്സിമം 10 lakhs INR. ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. 10 lakhs സെക്കൻഡ് കോസ്റ്റ് ആയി. മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോലെ 10,200 ഏകദേശം INR 6.5 lakh നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. അത് മൂന്നാമത്തെ എക്സ്പെൻസ്. അതിനുശേഷം നമുക്കൊരു മെഡിക്കൽ എടുക്കാനുണ്ട്. മെഡിക്കൽ ഞാൻ നേരത്തെ ട്രിവാൻഡ്രം കിംസിലെല്ലാം മെഡിക്കൽ എടുക്കും. മെഡിക്കൽ എടുക്കാൻ നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് 6,000 rupees INR ആണ് പറയുന്നത്. 6,000 rupees നമുക്ക് മെഡിക്കൽ എടുക്കാനാവും. ഏറ്റവും ട്രിവാൻഡ്രം കിംസ് നിങ്ങൾക്ക് അറിയാലോ, കിംസിൽ മെഡിക്കൽ എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് വിസ ഫയലിംഗ് ആണ്. ഓൺലൈനായിട്ട് നമുക്ക് ബയോമെട്രിക്കിനും വിസ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഒരു പൈസ വരും. അതായത് ഒരു 120 CAD 85 CAD ഇതിന് രണ്ടിനൂടെ ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യാം. ഇതാണ് ആക്ച്വലി നമുക്ക് ഈ കാനഡയിലേക്ക് പോകുമ്പോൾ നോർമൽ പേപ്പർ വർക്ക്സിന് എക്സ്പെൻസ് വരുന്നത്. ഇത് കൂടാതെ പലരും പറയാത്ത 2 എക്സ്പെൻസ്. ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്കൊരു ഏകദേശം 1 lakh നിങ്ങൾ കൂട്ടിക്കോ. കാനഡയിലേക്ക് നമുക്ക് മാക്സിമം ഒരു 1 lakh ഒക്കെയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. പ്ലസ് പോകുമ്പോൾ നമ്മൾ കയ്യിൽ കയറും. കാര്യം അവിടെ നമ്മൾ ചെന്നിറങ്ങിയ ഉടനെ നമുക്ക് വീടിന് റെന്റ് കൊടുക്കണം, ഡെപ്പോസിറ്റ് കൊടുക്കണം, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്യൂറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അതിന് നിങ്ങൾ പോകുമ്പോൾ ഒരു INR 1 lakh rupees എങ്കിലും എക്സ്ചേഞ്ച് ചെയ്ത് കനേഡിയൻ ഡോളറായിട്ട് കൊണ്ടുപോകാം കാനഡയിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കാനഡയിലേക്ക് പഠിക്കാൻ പോകേണ്ടി വരുന്ന ടോട്ടൽ എക്സ്പെൻസ്. ഇതൊക്കെയാണ് കാനഡയുടെ മെയിൻ അഡ്മിഷൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോ തന്നെ പറഞ്ഞാൽ ഭയങ്കര ഹിന്ദിയായി പോകും. സോ അതുകൊണ്ട് ഞാൻ എന്തായാലും നിർത്തുന്നു. നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ സൂൺ മറ്റേ വീഡിയോസ് ചെയ്യുന്നതാണ്. എന്തായാലും നിർത്തുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.